ഹലോ എവ്രി വൺ, നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് റോ കാഷ്യൂനട്ട് പച്ച കപ്പലണ്ടി കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ പറങ്കി മാവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ പച്ച കായ്കളൊക്കെ കുറേയെല്ലാം പൊഴിഞ്ഞ് ചിലപ്പോൾ താഴെ വീഴും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമുക്ക് ഒരുപാട് പച്ച കാഷ്യൂനട്ട് കിട്ടുന്നതാണ്. അതൊക്കെ എല്ലാവരും വേസ്റ്റ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികൾ അതുകൊണ്ട് ഉണ്ടാക്കാം. ഞാൻ ഇത് വെച്ച് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് വെച്ച് കറി ഉണ്ടാക്കിയിട്ടുള്ളവർ ഇതിൻ്റെ വേറെ റെസിപ്പീസ് എന്താണെന്നും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്കും ഇനി ട്രൈ ചെയ്യാമല്ലോ. എന്തായാലും ഇന്നത്തെ ഈ റെസിപ്പി നമ്മൾ പണ്ട് കൂണ് പെരളൻ, ചക്കക്കുരു പെരളൻ ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേ ഒരു റെസിപ്പിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ പ്ലേറ്റും കൂടെ നക്കി കഴിക്കും, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുറച്ച് ടിപ്സൊക്കെ ഉണ്ട് ഈ കറി എങ്ങനെ നന്നാക്കി എടുക്കാമെന്നുള്ളത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമുക്കിവിടെ 1/4 കിലോ പച്ച കാഷ്യൂനട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ തൊലി ഇങ്ങനെ നമ്മൾ പൊളിച്ച് കളയണം. ഇങ്ങനെ കൈകൊണ്ട് നമുക്ക് പൊളിച്ച് കളയാവുന്നതേ ഉള്ളൂ. എന്നാൽ അത് കുറച്ച് കട്ടിയാണ്. അതുപോലെ തന്നെ കയ്യിലൊക്കെ അതിൻ്റെ കറയൊക്കെ ആയിട്ട് കൈയൊക്കെ വൃത്തികേടാകും. എന്നാൽ പിന്നെ ഓർത്തു, നമ്മൾ നേരത്തെ കൂർക്കയൊക്കെ ഉണ്ടാക്കിയപ്പോൾ പുഴുങ്ങിയിട്ട് അത് പൊളിക്കാൻ നല്ല എളുപ്പമായിരുന്നല്ലോ. എന്നാൽ അതുപോലെ ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പൊളിച്ച് നോക്കാം എന്ന് കരുതി. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെക്കാനായിട്ട് പോവുകയാണ്. ഇനി തണുത്തിട്ട് വേണം ഇത് പൊളിക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ എടുത്ത് വെക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്. 1/4 കിലോ പച്ച കപ്പലണ്ടിക്കാണ്. പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും ഒരു തക്കാളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്കിത് ഇപ്പം ഈസി ആയിട്ട് പൊളിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, സോക്കായിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് പൊളിച്ചെടുക്കാവുന്നതാണ്. കണ്ടോ? അപ്പോൾ നമ്മൾ കപ്പലണ്ടി എല്ലാം പൊളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ കഴിക്കാൻ തന്നെ കേട്ടോ. കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അതറിയത്തുള്ളൂ. എന്നാൽ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കനം കുറച്ച് അരിഞ്ഞിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തുണ്ട്. അത് വേണം കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപാര ടേസ്റ്റാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. 1/4 കിലോ പച്ച കാഷ്യൂനട്ടാണുള്ളത്. അതിന് ഒരു ടീസ്പൂൺ, ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഉപ്പ് മതിയാകുന്നതാണ്. അത്രയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നന്നായിട്ട് വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴന്നു കഴിയുമ്പം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇറച്ചിക്കൂട്ടാണ് ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. മീറ്റ് മസാലയോ മട്ടൻ മസാലയോ ഒക്കെ മതിയാവും. അതല്ലെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല അങ്ങനെ ഇട്ട് ഇറച്ചി മസാലയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ റോ കാഷ്യൂനട്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അത് നന്നായിട്ട് ചൂടായി വഴന്നു കഴിയുമ്പം വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കണം.
അതിലേക്ക് നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. വേവുണ്ട് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വെന്ത് നമ്മുടെ ചക്കക്കുരുവൊക്കെ വേകുമല്ലോ, അതുപോലെ വെന്ത് വരണം. അടച്ചു വെച്ച് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് കഴിയുമ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. പിന്നെ വെള്ളം ഒത്തിരി ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ഫാസ്റ്റായിട്ടൊന്ന് ഫ്ലെയിം ആക്കുക. അപ്പം വെള്ളവും നന്നായിട്ട് വറ്റി വരും. നമുക്ക് വെള്ളം നല്ലപോലെ വറ്റി വരണം, കാരണം നമ്മൾ അതിനകത്ത് ഇനി കോക്കനട്ട് മിൽക്ക് ഒഴിക്കാനായിട്ട് പോവുകയാണ്. തിക്ക് കോക്കനട്ട് മിൽക്ക് 1/2 ഗ്ലാസും കൂടെ ചേർക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് വറ്റി വരണം. ഫാസ്റ്റായിട്ട് ഒരു മിനിറ്റും കൂടെ ഒന്ന് ഹീറ്റ് ചെയ്യുക. വെള്ളം ഉണ്ടെങ്കിൽ, വെള്ളം ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനി നമുക്കതിലേക്ക് തിക്ക് കോക്കനട്ട് മിൽക്ക് 1/2 ഗ്ലാസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്കിന് ഓഫ് ചെയ്യണം. നമ്മുടെ കറി റെഡിയാകുന്നതാണ്. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യാം. കൂടുതൽ നേരം തിളപ്പിക്കരുത്, തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. പറഞ്ഞറിയിക്കാനാവാത്ത വിധം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതും വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വളരെ ഹെൽത്തി ലക്ഷറി ഡിഷാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു ഡിഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള സിമ്പിൾ ഈസി റെസിപ്പീസ് ടിപ്സിനോട് ചേർത്ത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ചൂസ് ചെയ്യണം. അപ്പം നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇതുകൊണ്ട് നിങ്ങൾ വേറെ ഡിഷസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമൻറ്റിൽ കൂടി അറിയിക്കണം. നമുക്കും അതൊക്കെ ട്രൈ ചെയ്യാമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഇതുപോലെയുള്ള ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. May God bless you all. With love, Merin teacher.